ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഈ ചെക്കനും കൂടെ നമ്മളെ കൂടെ കൂടിയിട്ടോ. നമ്മളപ്പോൾ ബൈപ്പാസിൽ സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡില്ലേ അതിനടുത്തുള്ള ഒരു തട്ടുകടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അവിടെ മുന്നെയൊക്കെ കുഞ്ഞ് പത്തിരിയും മക്രോണി ഫ്രൈയും അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കയറിയത്. പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള ഐറ്റംസൊക്കെ കൊള്ളായിരുന്നു. പിന്നെ റിയാൻ്റെ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ് കുറേ സാധനങ്ങൾ വാങ്ങി വെക്കും, എന്നിട്ട് അത് കഴിക്കില്ല. അതിന് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനം കഴിക്കും. നമുക്കറിയാലോ അവൻ കഴിക്കത്തില്ല എന്ന്, പക്ഷെ പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അച്ഛനെ കണ്ടു. അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു 10 രൂപ ഇസ്ക്കാണ് കേട്ടോ. ഞാനിന്ന് തൂത്തി വാങ്ങുന്നുണ്ട്, തൂത്തിയിലിടാനാണെന്നും പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ്. ആ ഒരു സന്തോഷമാണ് കേട്ടോ. കൈനീട്ടം കിട്ടിയല്ലോ. എത്ര പൈസയാണെന്നറിയോ, ടോയ്സും അതും ഇതൊക്കെ വാങ്ങിച്ചിട്ട് കളയുക. അപ്പം ഞാനാണ് പറഞ്ഞു കൊടുത്തത് നമുക്ക് തൂത്തി ഉണ്ടാക്കാം, കോൺസെൻട്രേഷൻ വരുമല്ലോ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, അമ്മേ കുറേ നാളായി ഒരു സിനിമയ്ക്ക് പോകാത്തത്, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ. അങ്ങനെ ഞാനും അമ്മയും റിയാനും കൂടെ പോയി. റിയാനോട് കുറേ പറഞ്ഞതാണ് നിനക്ക് പേടിയാവും, സീറ്റൊന്നും വേണ്ട എൻ്റെ അടുത്തിരുന്നു എന്നുള്ളത്. സുമതി വളവിനാണ് കേട്ടോ പോയത്. എന്തില്ല എനിക്ക് പേടിയില്ല. ഓക്കെ, അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ കൈ എനിക്ക് കിട്ടിയിട്ടില്ല, കുടുക്കി വെച്ചാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മടിയിലായിരുന്നു. ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും വീണ്ടും ആ സീറ്റ് പോയിരുന്നു. എന്താന്ന് പേടി. ഇതൊക്കെ നമ്മളെത്ര കണ്ടതല്ലേ. പിന്നെ ഞങ്ങൾ ബൈപ്പാസിൽ സുരഭീൻ്റെ ഓപ്പോസിറ്റുള്ള റെയ്താനിൽ പോയിട്ട് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. ആക്ച്വലി ഞാനേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിൽപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് പിന്നെ ഒരു 10 രൂപേനെ എങ്ങാനും വാങ്ങിച്ചോ. പക്ഷേ ഇവൻ ഒന്നിനും അങ്ങോട്ട് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഈ സാധനം കണ്ടപ്പോഴാണ് കേട്ടോ അത് വാങ്ങിച്ചത്. ഭയങ്കര സാധനം തന്നെയാണ്, ഒന്ന് തൊടാൻ പോലും തരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അടിയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരു സ്പൂണെങ്കിലും എടുത്ത് തിന്നോ. ആ ഒരു ആശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മന്തി വന്നു കേട്ടോ. ഇവരൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. നല്ല കാന്താരി അൽഫാം മന്തി ഞാൻ നല്ലോണം കഴിച്ചു. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ ഐസ്ക്രീമിന് വേണ്ടി കുറേ നടന്നു കേട്ടോ. അവൻ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരാശ്വാസമായത്.